വിശുദ്ധി എന്ന് പറയുമ്പോൾ മറ്റുള്ള ഇതായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ എത്തരത്തിലാണ് ഈ വിശുദ്ധ പാരമംഗളം എന്ന് ഞങ്ങൾ പറയാൻ കാരണം? പല പല കോണിൽ നിന്നും ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് വിശുദ്ധ എന്ന് പറയുന്നത്. ഇപ്പോൾ വിശുദ്ധ എന്ന് പറയാൻ ഏതോ ഒരു വിശുദ്ധനെ എഴുതണ്ടേ, അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്നുണ്ടാവണ്ടേ എന്നൊക്കെ പറയുന്ന വിശുദ്ധ പാരമംഗളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല മതങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് പല യുദ്ധങ്ങൾക്കും കാരണമായിട്ടുള്ളതും. പലരുടെയും തലയിറക്കുമ്പോൾ ഒരു കൈയിൽ വാളും മറ്റേ കൈയിൽ വിശുദ്ധ ഗ്രന്ഥവും പിടിച്ചുകൊണ്ട് തലയിറക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും മുഴുവൻ എല്ലായിടത്തും വ്യാപിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി ഇരുന്ന് വായിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഒരു പുസ്തകമല്ലേ വിശുദ്ധ ഗ്രന്ഥമാവേണ്ടത് എന്നൊരു ചോദ്യം മാത്രമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ഒരു നിർബന്ധമില്ല. ഡിങ്കോയിസ്റ്റുകളൊന്നിനും വാശി പിടിക്കുന്നവരല്ല. ഡിങ്കൻ പറഞ്ഞിട്ടുള്ള ഒന്നിനും വാശി പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വാശി പിടിക്കുന്നതല്ല, പക്ഷേ നമ്മളൊരു ഓപ്ഷൻ വെക്കുകയാണ്. നമുക്ക് നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, യുദ്ധത്തിന് കാരണമാകുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥമായി തിരഞ്ഞെടുക്കാം. അല്ല, പൊട്ടിച്ചിരിക്ക് കാരണമാകുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥമായി തിരഞ്ഞെടുക്കാം. ഞങ്ങൾ രണ്ടാമത്തെ എടുക്കുന്നത് തെരഞ്ഞെടുപ്പാണ്, ജീവിതം. അതുപോലെ തന്നെ ഡിങ്കോയിസത്തിനെതിരെ പല മറ്റ് കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ മതങ്ങളോ അല്ലെങ്കിൽ അതിനെതിരാളികൾ, ഇപ്പോൾ മായാവിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ചില ഗ്രൂപ്പുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, ചില എതിർപ്പുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അത് എത്രമാത്രം വസ്തുതയുണ്ട്? ശരിയാണ്. കാരണം ഈ ഡിങ്കനെ ഈ പറയുന്ന ഈ അടുത്ത കാലത്ത് വന്ന ലിറ്ററേച്ചർ രൂപമായ ബാലമംഗളം, അതായത് കുട്ടികളുടെ കഥാപാത്രമായി ഡിങ്കനെ അവതരിപ്പിച്ച ഈ വളരെ അടുത്ത കാലത്ത് വന്ന ബാലമംഗളത്തിൽ കണ്ട ഒരു കഥാപാത്രം മാത്രമാണ് ഡിങ്കൻ എന്ന് വിചാരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ സത്യം പലപ്പോഴും മൂടി തന്നെ കിടന്നു, കാലങ്ങളോളം മൂടി തന്നെ കിടക്കും, പക്ഷേ എന്നെങ്കിലും അത് പുറത്തു വരും എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ. അപ്പം ഇപ്പോൾ ഡിങ്കൻ പുറത്തു വന്നിരിക്കുന്ന സമയത്ത് പലരുടെയും വിചാരം ഈ പറയുന്ന നമ്മൾ കണ്ട ഒരു കോമിക് കഥാപാത്രമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു കോമിക് കഥാപാത്രത്തെ നമുക്ക് ദൈവമാക്കാം, തൊട്ടപ്പുറത്ത് കിടക്കുന്ന അങ്ങനെ അവർ ചിന്തിച്ചു. ഇതൊരെന്തോ മറ്റു മതങ്ങളെ കളിയാക്കാൻ വേണ്ടി വന്ന ഒരു, പലരും പറയുന്നത് കേട്ടു ഇതൊരു സ്പൂഫ് റിലീജിയനാണ് അല്ലെങ്കിൽ പാരഡി റിലീജിയനാണ്. അങ്ങനെ പറയാൻ അവർക്ക് അങ്ങനെ പറയാം. പക്ഷേ അവർ സത്യം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഡിങ്കൻ്റെ ചരിത്രം കിടക്കുന്നത് കാലത്തിന് മുമ്പ് തൊട്ട് ബിഗ് ബാങ് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം കിടക്കുമ്പോൾ ഇത് ഒരു പാരമംഗളത്തിലൂടെ ഒരു കുട്ടികളുടെ ഇതായിട്ട് വന്നു എന്ന് മാത്രം. കാരണം ഞാൻ പറയാൻ കാരണം, ഞങ്ങളിത് സംസാരിക്കുകയായിരുന്നു. കാലടി ലിംഗാശ്രമത്തിലുള്ള ഉപബുദ്ധൻ, അദ്ദേഹം ഒരു ഡിങ്കോയിസ്റ്റ് സന്യാസിയാണ്. അദ്ദേഹവുമായി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആൽത്തറയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പം മറ്റു മതങ്ങളും ഇപ്പോൾ ധാരാളമായിട്ട് ഈ കുട്ടികളുടെ കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ മുഴുവൻ കുട്ടികളുടെ കഥാപാത്രങ്ങളായി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്തായിട്ടാണ് ആ ഒരു പ്രവണത കണ്ടുവരുന്നത്. അവരുടെ ദൈവത്തിൻ്റെ മുൻപിൽ ബാല എന്നോ അല്ലെങ്കിൽ കുട്ടി എന്നോ ഉണ്ണി എന്നോ ലിറ്റിൽ എന്നോ ഛോട്ട എന്നോ ഒക്കെ വെച്ച് പല ഭാഷകളിൽ അവരെ കുട്ടികളാക്കി കാണിച്ച് ആ കുട്ടികളും സാധാരണ കുട്ടികളും തമ്മിൽ വിളിച്ചാൽ വരുന്ന ഒരു ബന്ധമുണ്ട് എന്ന് കാണിച്ച് അത് പുതിയൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ആ മതങ്ങൾ എങ്ങനെ കുട്ടികളാണ് ഭാവി എന്ന് മനസ്സിലായ മതങ്ങൾ കുട്ടികളിലേക്ക് എങ്ങനെ ആനിമേഷൻ കഥാപാത്രങ്ങളിലൂടെ തങ്ങളുടെ ദൈവങ്ങളെ അവരെ ആരാധിക്കാൻ പഠിപ്പിക്കാമെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതെ, വളച്ചൊടിക്കാത്ത കഥകളും ഒരുപാട് പറയുന്ന സമയത്ത് നമ്മൾ ഡിങ്കൻ അതിന് മുമ്പേ ഇത് തിരിച്ചറിഞ്ഞാണ്. ഡിങ്കൻ ആദ്യം വന്നത് തന്നെ ഒരു കുട്ടികളുടെ ഇഷ്ടത്തോടനായിട്ടും ആര് വിളിച്ചാലും വിളിപ്പുറത്തെത്തുന്ന ഒരു ഇടിച്ചു തോൽപ്പിക്കുന്ന അങ്ങനെ ഒരു ദൈവം എന്ന് പറയുന്നത് അത് ആ ഒരു സങ്കല്പമാണ് മുന്നോട്ട് വയ്ക്കുന്നത്.